പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീകൃഷ്ണാവതാര കഥാപ്രസ്താവത്തിൻ്റെ ആരംഭമാണ് നമ്മൾ ഇന്നലെ കുറിച്ചത്. അതിൽ ആ കഥ ചുരുക്കി പറഞ്ഞ സമയത്ത് വിസ്തരിച്ചിട്ട് കേൾക്കണം എന്ന് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. താനിനോ വധ വിസ്തരാത്, ഇത്തരമാത്തോടുകൂടി തന്നെ പറയണമേ. എന്തൊക്കെയാണ് ചില സംശയങ്ങൾ? ചില സംശയം ഇതിൽ പറഞ്ഞാൽ ഒരുപാട് സംശയമുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ മധുരയിൽ നിന്ന് ഗോകുലത്തിലേക്ക് വന്നു? എന്തിനു വേണ്ടി എത്ര സ്ത്രീകളെ ഭഗവാൻ വിവാഹം കഴിച്ചു? രണ്ടമ്മമാരുടെ പുത്രന്മാർ എങ്ങനെയാണ് സഹോദരന്മാരാവുക? രണ്ടമ്മയുണ്ടല്ലോ, അവരെങ്ങനെ സഹോദരന്മാർ? അതിൻ്റെ കോമൺ ഫാക്ടർ എന്താണ്? ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവണം കേട്ടോ. നൈഷാദി ദുസ്സകാക്ഷിന്മാം തെക്തോദമഭിബാധത്തെ. നമ്മളൊക്കെ കേൾക്കണ പോലെ ഇല്ല പരീക്ഷിച്ച് കേൾക്കണം. ഭക്ഷണം കൂടി ഉപേക്ഷിച്ചിട്ട് പ്രായോപവേശമാണ്. 4 ദിവസമൊക്കെ ഭക്ഷണം ഇല്ലാണ്ട് ഒരു നേരം തെറ്റുമ്പോഴേക്ക് തന്നെ ഇവിടെ എന്തൊക്കെയാണ് ചിലർ കാട്ടിക്കൂട്ടുക ശല്യാവോ? അപ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ വിശപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പറഞ്ഞ് തീർക്കണ്ട. സുഖമേഷേ, എനിക്ക് വിശപ്പില്ല, ദാഹവും ഇല്ല, ശരീരക്ലേശമില്ല, യാതൊന്നുമില്ല കൃഷ്ണൻ്റെ കഥ കേൾക്കുമ്പോൾ എന്ന് പറയുകയാണ്. കാരണം കൃഷ്ണൻ്റെ കഥയുടെ ഒരു പ്രത്യേകത, ശരീരത്തെ തന്നെ നമ്മൾ മറക്കും, പിന്നെ ശരീരത്തിന് വിശപ്പുണ്ടാവും. എല്ലാം മറന്നിട്ടാണ് ഞാൻ ഇവിടെ. അതുകൊണ്ട് വേഗത കൂട്ടിയിട്ട് ചുരുക്കണ്ട. എനിക്ക് വിശപ്പില്ല, ശരീരക്ലേശമില്ല, ഒന്നും ഞാൻ അറിയണില്ല. എന്തുകൊണ്ട്? ച്യുതം ഹരികഥാമൃതം. ഈ ഭക്ഷണത്തെക്കാട്ടിലും എനർജി തരുന്ന ഒരു അമൃതം അങ്ങയുടെ നാവിൽ നിന്ന് വീഴുന്നുണ്ട്. പിന്നെ ഇനി എനിക്ക് എന്തിനാണ് ഈ ശരീരത്തെ നിർത്താൻ വേണ്ടി തുച്ഛമായിട്ടുള്ള ആഹാരങ്ങൾ? അമൃതത്തിന് തുല്യം ഈ ലോകത്തിൽ വേറെ വല്ലതും ഉണ്ട്? അമൃതം കഴിച്ചാൽ മരിക്കും കൂടി ഇല്ല എന്നാണ് പറയുക. ആ അമൃതത്തിലും വെച്ച ഒരു പടി മീതയാണ് ഭഗവാന്റെ കഥാമൃതം. കാരണം അമൃതം ദേവന്മാർക്ക് കിട്ടും, അവർക്ക് റിസർവ്ഡാണ്. ഇത് അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് മഹാത്മ്യം പറയുമ്പോൾ പറയും, ദേവന്മാർ ഇത് ദേവലോകത്തേക്ക് കൊണ്ടുപോയിട്ടേയും ചോദിച്ചു. അമൃതം ഉണ്ടായിട്ട് ഇതെന്തിനാണ് ചോദിക്കണം? അതിനേക്കാൾ 1 സ്റ്റെപ്പോ 2 സ്റ്റെപ്പോ എത്രയോ സ്റ്റെപ്പ് മീതെയാണ് ഈ അമൃതേ. അപ്പം അങ്ങനെ മനുഷ്യന്മാർ അനുഭവിക്കേണ്ട. ഇതൊക്കെ ദേവലോകത്തെ നല്ലത് പാടൂ. അവർക്ക് അങ്ങനെയൊക്കെ സ്വാർത്ഥങ്ങളുള്ളവരാ. സുഖമാഷി എന്താ പറഞ്ഞത്? നദോസകഥാമൃതം തരില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ സ്വാർത്ഥരാണ്, നിങ്ങൾക്ക് മാത്രമേ ഇത് പാടൂ എന്നല്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞത്. അവിടെ ഞാനത് സമ്മതിക്കില്ല. ഇതെല്ലാവർക്കും കലിയുഗത്തിൽ സ്വയം മറക്കാൻ വേണ്ടി വെച്ച അമൃതമാണ്. ഇതിന് റിസർവേഷനില്ല, ടിക്കറ്റും ഇല്ല. ഒറ്റ ടിക്കറ്റേ ഉള്ളൂ, ഭക്തിയാകുന്ന ടിക്കറ്റ്. എടുത്താൽ ഈ സ്വർഗ്ഗലോകത്ത്, സ്വർഗ്ഗമൊന്നുമല്ല അതിനേക്കാളൊക്കെ മീതെയുള്ള സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമുണ്ട്. നോ അഡ്മിഷൻ അല്ല, വെൽക്കം ടു ഓൾ ആണ്. പക്ഷെ ഭക്തി ഉണ്ടാവണം. അതുണ്ടാവുള്ളവർക്കേ പറ്റുള്ളൂ അങ്ങോട്ട് കിടക്കാൻ ഭഗവത് കഥാലോകത്തേക്ക്. കഥാമൃതം ച്യുതം ഹരികഥാമൃതം. ആ വീഴുന്ന ഹരികഥ കൊണ്ട് വിശപ്പോ ദാഹമോ ദേഹക്ലേശമോ സുഖമേഷേ ഞാൻ അറിയുന്നില്ല. അങ്ങോട്ട് കേട്ട സമയത്ത് ശിവമേഷിക്ക് സന്തോഷമായി. പ്രത്യക്ഷ കൃഷ്ണചരിതം കലികൽമഷക്തം. കലികൽമഷത്തെ ഇല്ലാതാക്കുന്ന കൃഷ്ണചരിതം കേട്ടിട്ട് ആഹർത്തുമാരഭത ഭാഗവത പ്രധാന. ഭക്തനായിട്ടുള്ള ശിവമേഷി ഭഗവാന്റെ ചരിതം പറയാൻ തുടങ്ങി എന്ന് പറയാൻ 2 കൈയും തലയിൽ വെച്ച് പരീക്ഷത്തിനെ നന്നോണം ഒന്നാട് അംഗീകരിച്ചു. സമ്യക് വ്യവസിതാ ബുദ്ധി. അങ്ങയുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചു പരീക്ഷത്തെ. ഇങ്ങനെ തന്നെയാണ് ഈശ്വരൻ്റെ കഥ കേൾക്കേണ്ടത്. അങ്ങനെ കേട്ടവർക്ക് ആർക്കും പിന്മടങ്ങേണ്ടി വന്നിട്ടില്ല. ശരിയല്ലാത്തൊരു ഗതി ഉണ്ടായിട്ടില്ല, പുരോഗതി അല്ലാതെ ഉണ്ടായിട്ടില്ല. ആ കഥ പറയണവർക്ക് സുഖം, കേൾക്കണവർക്ക് ശ്രേയസ്, പറയാനും കേൾക്കാനും സന്ദർഭം ഉണ്ടാക്കണവർക്കും ശ്രേയസ്. ഒരു പന്തലിടാൻ കൂടുക, ഭക്ഷണം വിളമ്പി കൊടുക്കുക, വരണവർക്ക് കുറച്ച് വെള്ളം അവിടെ കൊണ്ടൊക്കെയാ കുടിക്കാൻ പന്തലിൽ, ദേഹണം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അവിടെ പോയാൽ എന്തെങ്കിലും കഴിക്കണം. അതിലുള്ളവർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ടുകാർക്ക്, നടത്തിപ്പുകാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ പുണ്യം കിട്ടും എന്നാണ്.
പച്ചക്കറി കൊണ്ടേ അവിടെ കൊണ്ടിട്ടാണ് പോയാലും കുഴപ്പമില്ല, പോകണം എന്നല്ല പറയണത്. പക്ഷെ അവർക്കും ഒരംശം പുണ്യത്തിന് അവകാശമുണ്ട് അത്രേ. എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാലും അതിൻ്റെ ഒരു മഹത്വം അത് കാണിക്കും. എല്ലാവർക്കും അതിൻ്റെ പുരുഷാൻ സ്ത്രീ എന്നാണ്, മൂന്നാളാണ് ഇവിടെ പറഞ്ഞത്. അത് സഹകരിക്കണവർ എന്നാണ് മൂന്നാമത്തെ അർത്ഥം. വായിക്കാനും പറയാനും സൗകര്യം ഉണ്ടാക്കണവർ, അതാണല്ലോ ചോദിച്ചതുകൊണ്ടാണ് പറയണത്. ആ ചോദ്യം എന്നുള്ളത് ഇതൊക്കെ എടുക്കാം. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവർക്ക്. ലൈറ്റ് ആൻഡ് സൗണ്ടുകാർക്കും ഉണ്ട്, കാരണം അവരാണത് അവിടെ എത്തിക്കുന്നത് അല്ലേ. നമ്മൾ പറയുന്ന ശബ്ദത്തെ എല്ലാവരുടെ ചെവിയിലും എത്തിക്കുന്നത് അവരല്ലേ. സത്യത്തിൽ അവർ നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ. അവിടെ ഞാൻ പറയാറുണ്ട്, സൗണ്ട് സിസ്റ്റത്തിന് നന്ദി പറയാറുണ്ട്. എന്നാൽ നമ്മുടെ സൗണ്ട് അവിടെ എത്തിക്കുന്നതും വേണ്ട പോലെ അതൊക്കെ കൂക്കാണ്ടിയും കാടാണ്ടിയൊക്കെ നേരെയാക്കണത് ആരാ? അത് ലൈറ്റ് ആൻഡ് സൗണ്ട് നല്ലൊരു സ്ഥാനം ശബ്ദ സംവിധാനത്തിനുണ്ട്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയൊക്കെ സഹകരിക്കണവരും അതിൻ്റെ ഒരു ഫലം അനുഭവിക്കും എന്നാണ് ആമുഖമായിട്ട് പറഞ്ഞു. ഭഗവാന്റെ കഥയിലേക്കാണ്ട് കിടക്കുകയാണ്. ഭൂമിർദത്തനുഭവ്യാജത്തൈത്യാനീക ശതായുധൈ ആക്രാന്ത ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണം നെയ്യു. ഭൂമി ദുഷ്ടരാജാക്കന്മാരുടെ ഭരണത്താൽ വല്ലാതെ ഞെരുങ്ങി ദുഃഖിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം വേണം. ഗോഭൂത്താശ്രുമുഖി ഖിന്ന ക്രന്ദന്തി കരുണം വിഭോ. ക്രന്ദന്തി കരഞ്ഞുകൊണ്ട് അതികരുണമായി വിലപിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി വ്യസനം സമവോശത, തൻ്റെ ദുഃഖത്തെ അറിയിച്ചു എന്ന് പറയുകയാണ്. ഏ ഭൂമി ദേവി കണ്ടു, എൻ്റെ കൂടെയുള്ള ദേവന്മാരും അവരോട് ചോദിച്ചാൽ അറിയാം ഞാൻ പറയുന്നത് സത്യമാണ്. ദേവന്മാരുണ്ട് കൂടെ, പരമേശ്വരനും ഉണ്ട് കൂടെ. ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് ഭൂമിദേവി നിവേദനം കൊടുക്കുമ്പോൾ ധാരാളം അധികായം എന്നുള്ളതല്ലേ ഭീമഹർജി, സാധാരണ ഹർജിയേക്കാളും. അതുകൊണ്ട് ജരാസന്ധകംസാദികൾ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. എനിക്ക് എല്ലാ ഘനവും ഭാരവും താങ്ങാൻ പറ്റും, അതിനൊന്നും എനിക്ക് വിഷമമില്ല. പർവ്വതങ്ങൾ, കെട്ടിടങ്ങൾ, ജീവജാലങ്ങൾ, അതിൻ്റെയൊക്കെ ഭാരം ഞാനല്ലേ താങ്ങണം. പക്ഷേ ഈ ദുഷ്ടരാജാവിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ഒരു ചവിട്ടുണ്ടല്ലോ ബ്രഹ്മദേവ, സഹിക്കണില്ല എനിക്ക്. അവൻ്റെ ചവിട്ട് കൊള്ളുക എന്ന് പറയുന്നത് വല്ലാത്ത വേദന ഉണ്ടാക്കണം. അങ്ങനത്തെ ദുഷ്ടരാജാക്കന്മാരുടെ ഭാരം എങ്ങനെയാണ് ഇല്ലാതാക്കുക എങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിത്തരണേ എന്ന് പറയുകയാണ്. ബ്രഹ്മദേവൻ ഒന്നാട് ധ്യാനിച്ചു, ഈശ്വര ഇങ്ങനത്തെ കാര്യങ്ങൾക്കിപ്പോൾ താനല്ല നല്ലത്, തനിക്കത് അത്രയ്ക്കൊക്കെ കഴിവേ ഉള്ളൂ. എല്ലാവർക്കും കൂടിയിട്ട് പാലാഴി തീരത്ത് ചെന്നിട്ട് വിഷ്ണുദേവനെ സ്തുതിക്കാം എന്ന് പറയണം. ഭഗവാനാണല്ലോ വലുത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണൽ പതിവതിനു മുമ്പേ. ദേവദേവം വൃഷാകബിം, ദേവദേവനായിരിക്കുന്ന വിഷ്ണുവിനെ വിഷാകബി, വിഷ്ണു വിഷാകബി എന്നൊക്കെ, വിഷാകബി രമയാത്മാ എന്നൊക്കെ സഹസ്രനാമത്തിലുണ്ട്. എന്നിട്ടോ എല്ലാവരും എത്തി. പരമേശ്വരൻ ദേവന്മാർ പശുരൂപത്തെ സ്വീകരിച്ചിട്ടുള്ള ഭൂമിദേവി എല്ലാവരെയും കൂട്ടിയിട്ടാണ് പുരുഷം പുരുഷസൂക്തേന ഉപതർത്തേ സമാഹിത, പുരുഷസൂക്തം കൊണ്ട് ഭഗവാനെ യജിച്ചു അല്ലെങ്കിൽ ചൊല്ലി. വേദജ്ഞാനം ഉള്ളവർ ഏറ്റവും വേണ്ടത് പുരുഷസൂക്തം കൊണ്ടാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭഗവാനെ പുരുഷസൂക്തം കൊണ്ട് ചൊല്ലിയ നന്നാന്ന് വിചാരിച്ചിട്ട് അറിയാത്തവർ തെറ്റി ചെല്ലണ്ട, അതിന് പോകണ്ട. അതിന് അധികാരം ഉള്ളവർക്കും തെറ്റാതെ ചെല്ലുക, അതന്നെ അധികാരം. ചെല്ലുന്നവരും പഠിച്ചവർക്കേ ചെല്ലാവൂ, അല്ലാത്തവർ ഹരിനാമകീർത്തനോ ജ്ഞാനപാനോ മതി. പക്ഷെ ഇവിടെ ബ്രഹ്മാവ് അതിന് അധികാരിയാണ്. ബ്രഹ്മാവ് അധികാരിയാണ്, വേദമൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അറിയണവർക്ക് എന്തുകൊണ്ടാവാം, അതാണ് അറിയണവർക്ക് പുരുഷതത്വം കൊണ്ടാവാം. ഒക്കെ അങ്ങനെയാണ് വരിക. ഭാഗവതം ശ്രേഷ്ഠമാണ് എന്നും വിചാരിച്ചിട്ട് തെറ്റി വായിക്കണേക്കാളും നല്ലത് എന്താ കിളിപ്പാട്ട് വായിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ തെറ്റി വായിച്ചതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ചെയ്യരുത്. പഠിച്ച് വായിക്കുക, പഠിച്ചിട്ട് ഏതും തെറ്റാതെ ചെല്ലുമ്പോൾ തന്നെയാണ് ശരിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് പുരുഷസൂക്തം കൊണ്ടാണ് ബ്രഹ്മാവ് ചെല്ലിയത്. ബ്രഹ്മാവ് ചെല്ലട്ടെ, നമുക്ക് ഹരിനാമകീർത്തനം മതി. ഓരോരുത്തരുടെ അധികാരത്തിനനുസരിച്ചാണ് ഇവിടെ, അതാണ് ഇവിടെ അധികാരമാണ് ബ്രഹ്മാവ്. ഗിരം സമാധോ ഗഗനേ സമീരിതാം, ഇതാ പുരുഷസൂക്തം. ഓം സഹസ്രശിഷ്ട പുരുഷസ്തഹസ്രാക്ഷസ്തഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. ഈ ലോകത്തിനെ 14 അങ്കുലം അതിക്രമിച്ച് ഭഗവാൻ നിൽക്കുന്നു. വിഭൂതിയോഗത്തിൽ ഇതിനെ മുഴുവനും അതിക്രമിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് കേട്ടോ. ഓരോരോ ഭാഗത്തിൽ നിന്ന് ബ്രാഹ്മണോസ്തമുഖമാ തീ രാജന്യകൃത, ഊരുവിൽ നിന്ന് വൈശ്യനും, കൈകളിൽ നിന്ന് ബാഹുരാജൻ, ബാഹുവിൽ നിന്ന് ക്ഷത്രിയന്മാരും ഉണ്ടായി,
പാദത്തിൽ ശൂദ്രനുണ്ടായി. ഇങ്ങനെ വർണ്ണിക്കുന്ന സൂക്തമാണ് പുരുഷ സൂക്തം. വളരെ നല്ല വേദത്തിൽ പറഞ്ഞ 16 മന്ത്രങ്ങൾ അടങ്ങിയ സൂക്തമാണ് പുരുഷ സൂക്തം. പുരുഷ സൂക്തമൊക്കെ നല്ല അർച്ചന ഷീട്ടാക്കി ചെല്ലിയ വളരെ നല്ലതാണ്. പുരുഷ സൂക്ത അർച്ചനയായിട്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും പുരുഷ സൂക്തം വഴിപാടുണ്ട് അല്ലേ, സപ്താഹത്തിലുണ്ട് പുരുഷ സൂക്തം. പല ചൊല്ലി ഭഗവാനെ വേണ്ട പോലെ ചെല്ലണം, ഷീട്ടാക്കിയിട്ട് പ്രസാദം എടുത്ത് തരില്ലല്ല. തിരുനാവായ ക്ഷേത്രത്തിൽ അത് വ്യക്തമായിട്ട് ചെല്ലും. ഇപ്പം അത് ശ്രീസൂക്തം അതെ നമ്മൾ ഷീട്ടാക്കിയാൽ നമ്മുടെ മുമ്പാകെ ചെല്ലും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. ശ്രീസൂക്തം അവിടെ ഇരുന്ന് ചെല്ലി പ്രദക്ഷിണ പ്രസാദം തരും നമുക്ക്. പുരുഷ സൂക്തവും ചെല്ലിയിട്ട് തന്നെയാണ് എന്നർത്ഥം. വളരെ ചിട്ടയാണ് അവിടുത്തെ തിലഹോമം. അതുപോലെ തന്നെ പുരുഷ സൂക്തം, ശ്രീസൂക്തം ഇതിലൊക്കെ നിഷ്ഠയോടുകൂടി ഓരോരുത്തർ ചെല്ലി പ്രസാദം കൊടുക്കും. അപ്പം അതുകൊണ്ട് അവിടെ അത് ആ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉദ്ദിഷ്ടകാരി സിദ്ധിക്കുക എന്ന് പറയും. കുറേ കാലം അവിടെ വായിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് അവിടുത്തെ ചില കാര്യങ്ങൾ നാവായ നാവാമുകുന്ദനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ ഗിരം സമാധോ ഗഗനേ സമീരിതാം ദിശമ്യവേദ ദശാനുവാചകാം. ഈ പുരുഷസൂക്തം വ്യക്തമായിട്ട് ആകാശത്തിൽ അങ്ങനെ മുഴങ്ങി കേട്ടു. അക്ഷരശുദ്ധി വിസർഗ ദീർഘാദികൾ തെറ്റാതെ ചെല്ലണം വേദം എപ്പോഴും എന്നാണ്. തെറ്റി ചെല്ലണേക്കാൾ നല്ലത് ചെല്ലാണ്ടിരിക്കുക. അപ്പോൾ വളരെയധികം ഗിരം സമാധവും വളരെ വ്യക്തമായിട്ട് ചെല്ലി കേൾക്കപ്പെട്ടതുകൊണ്ട് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമാകുമ്പോൾ അല്ല ചെയ്തത്, ഒരു സന്ദേശം ബ്രഹ്മാവിന് ഹൃദയത്തിൽ കൊടുത്തു. പണ്ടുണ്ട് ഈ മെസ്സേജ് സിസ്റ്റം, ഇന്നത്തെ പോലെ ഞെക്കിയിട്ട് അയക്കലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആകാശമാർഗത്തിൽ കൂടിയിട്ടൊരു സന്ദേശം അശരീരി എന്നൊക്കെ പറയാം വേണമെങ്കിൽ, ബ്രഹ്മദേവൻ ഇങ്ങനെ കിട്ടുകയാണ്. അത് ബ്രഹ്മദേവൻ മറ്റുള്ള അവിടെ കൂടിയിട്ടുള്ള ദേവന്മാരോടും ഭൂമി ദേവിയോടും എല്ലാവരും കേൾക്കത്തക്ക വിധം പറഞ്ഞു. ഭഗവാൻ എനിക്ക് തന്ന സന്ദേശത്തെ നിങ്ങൾ കേട്ടുകൊള്ളുക. എന്താണ് സന്ദേശം? വസുദേവഗൃഹേ സാക്ഷാൽ ഭഗവാൻ പുരുഷപ്പര ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. വളരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ കർണമനോഹരമായ കർണാനന്ദകരമായ ആനന്ദമുളവാക്കുന്ന വാക്കാണ് ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞത്. ഈ സന്ദേശമാണ് വിഷ്ണു തന്നത്. വസുദേവൻ്റെ ഗൃഹത്തിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ പൂർണ്ണാവതാരത്തെ കൈക്കൊള്ളാൻ പോകുന്നു. എത്ര ആനന്ദകരമായിട്ടുള്ളൊരു വാർത്തയാണ്, ആലോചിച്ച് നോക്കൂ. ആ വാർത്തയ്ക്ക് തന്നെ എത്ര ആനന്ദം ഉണ്ടെങ്കിൽ അവതാരത്തിൽ എത്ര ആനന്ദം ഉണ്ടാവും. ആണ് ആനന്ദരൂപ ഭഗവൻ നൈതേവതാരേ പ്രാപ്തേ പ്രദീപ്തവതംഗ നിരീയമാണേ. ആനന്ദം കൊണ്ടങ്ങനെ നിറച്ചിരിക്കുന്നു ഭട്ടേരിപാട്. സാന്ദ്രാനന്ദം, തുടക്കം തന്നെ ആനന്ദം. സാന്ദ്രാനന്ദതനോ അവതാരത്തിലത്തെ ആദ്യ ശ്ലോകത്തിലും കൊണ്ടേ വെച്ചു ആനന്ദം ഇല്ലേ. പിന്നെ ആനന്ദരൂപ ഭഗവൻ രണ്ടാമത്തെ ശ്ലോകത്തിലും അവതാരത്തിലെ ആനന്ദം. ദശകത്തിൽ കഴിയണത് എങ്ങനെ? പരമാനന്ദ സന്തോഷലക്ഷ്മിം. അവിടെ പോയിട്ട് അവസാനിക്കണം. ആനന്ദം എല്ലാവർക്കും നൽകട്ടെ, ആയുരാരോഗ്യ സൗഖ്യം ആണല്ലോ ആനന്ദം. അപ്പോൾ ആനന്ദമായിരിക്കുന്ന ആ സന്ദേശത്തെ വസുദേവൻ്റെ ഗൃഹത്തിൽ പൂർണ്ണാവതാരത്തെ കൈക്കൊള്ളാനായി കൊണ്ടുപോകുന്നുണ്ട്. വാസുദേവ കലാനന്ദ സഹസ്രവദന സ്വരാട്ട്. 1000 നാവുള്ള അനന്തൻ ഈ അവതാരത്തിൽ എൻ്റെ സഹോദരനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. വിഷ്ണോർമായ ഭഗവതി, സർവേശ്വരിയായിരിക്കുന്ന ജഗദംബിക അവതാരത്തിൽ എന്നെ സഹായിക്കാനുണ്ടാവും. കംസൻ അടിച്ചു കൊല്ലാൻ വേണ്ടി മേപ്പട്ട ഉയർത്തുമ്പോൾ ആകാശത്തിൽ കണ്ടതായ ദേവി വിഷ്ണോർമായ ഭഗവതി, ആ ഭഗവതി എൻ്റെ കൂടെ ഉണ്ടാവും. ഗോപന്മാരിലായിട്ട് ആണ് ദേവന്മാർ ഗോപന്മാരായിട്ടും ദേവസ്ത്രീകളൊക്കെ ഗോപസ്ത്രീകളായിട്ടും ലക്ഷ്മി രുക്മിണിയായിട്ടും എല്ലാ കലകളോടും ആണ് ഇവിടെ അവതരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണാവതാരം എന്ന് പറഞ്ഞത്. മാത്രമല്ല വന്നിട്ട് ഇവിടുന്ന് പോവാതെ ഒരംശമായിട്ട് ഭാഗവതമായിട്ട് ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടാവുന്നത്. ഭാഗവതം ഭഗവാൻ തന്നെയാണ് എന്ന അനുഭവം അതിനെ അടുത്തുകൂടെ അടുക്കും തോറും നമുക്കുണ്ടാവും. അതുകൊണ്ട് ഇവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ നിന്ന ഒരവതാരമാണ് ഭഗവാൻ. പൂർണ്ണമായിട്ടും ഭക്തന്മാർക്ക് അനുഭവം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ അവരൊക്കെ അവരവരുടെ സ്ഥാനത്തേക്ക് സന്തോഷമായിട്ട് ആ ഭഗവാന്റെ അനന്തമായിട്ടുള്ള അവതാരത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവരൊക്കെ അവരവരുടെ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവകി വസുദേവന്മാരുടെ വിവാഹം ഉണ്ടാകുന്നത്.
ദേവക്യാസൂരയാ സാർത്ഥം പ്രയാണേരഥമാരുഹർ. അത് കംസൻ കുറച്ച് ശ്രമം നടത്തി. വേറെ സഹോദരിമാരുടെ വിവാഹത്തിലൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. അത് ഒടുവിലത്തല്ലേ. ശരിക്കും ദേവകിയുടെ നേരിട്ടുള്ള സഹോദരി അല്ല കംസൻ്റെ നേരിട്ടുള്ള സഹോദരി അല്ല ദേവകി. ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ, പക്ഷെ ദേവകൻ്റെ മകളാണ് ദേവകി. അപ്പോൾ അച്ഛനൊന്നല്ല, അമ്മയൊന്നല്ല. അതുകൊണ്ട് സ്വന്തം പെങ്ങള് എന്ന സ്നേഹം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ദേവകൻ്റെ പുത്രിയായിരിക്കുന്ന ദേവകിയിൽ ഒരു സഹോദരിയുടെ എന്നുള്ള വാത്സല്യം കംസൻ വെച്ച് പുലർത്തി. അത് കുറച്ച് കേമാക്കാം എന്ന് വിചാരിച്ചു. ഇനിയൊന്നില്ലേ നീ വിവാഹം എല്ലാം കഴിഞ്ഞു, ഒടുവിലത്തെ പുത്രിയാണ് ദേവകി. അപ്പോൾ ഇനിയൊന്നില്ലല്ലോ എന്ന കാര്യത്തിൽ ധനച്ചെലവും ദേഹാധ്വാനശ്രമവും താൻ തന്നെ നടത്തണമെന്നുള്ള ഭാവവും ഉണ്ടായി. എന്നിട്ടോ എല്ലാം കഴിഞ്ഞതായിട്ട് സമയത്ത് പോകണം, വിവാഹമൊക്കെ കഴിഞ്ഞ് വരൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്നതായിട്ട് സമയത്ത് കംസൻ ചോദിച്ചു, എവിടെ ഇന്നലെ ഞാൻ പറഞ്ഞ സാധനം ഇങ്ങോട്ട് വരട്ടെ. ഇന്നലെ പറഞ്ഞ സാധനം അതെന്താ? അപ്പം അത് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പനയാണ്, വെറുതെ തള്ളിക്കളയാൻ പറ്റും. എന്തേ ഇപ്പം ഇന്നലെ പറഞ്ഞ സാധനം നോക്കുക, അതാ വരുന്നു ഇന്നലെ പറഞ്ഞ സാധനം. അതിഗംഭീരമായിട്ടുള്ളൊരു തേര് എന്നൊന്നും പറഞ്ഞാൽ പോരാ, സ്വർണം കൊണ്ടും മുത്ത് കൊണ്ടും പൗഴം കൊണ്ടും അലക്ക് കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും വില പിടിച്ച രീതിയിലുള്ള വസ്തുക്കൾ കണ്ണഞ്ചും കണ്ടു കഴിഞ്ഞാൽ തേരാന്നല്ല തോന്നുക, മറ്റെന്തോ ആണ് എന്ന് തോന്നുമാറുള്ള ഒരു തേര് ഭൃത്യന്മാരവിടെ കൊടുന്നാട് നിർത്തി. ഇതാ മഹാരാജാവേ, അങ്ങ് പറഞ്ഞ വിശദാംശങ്ങളൊക്കെ ഇതിലുണ്ട്, നോക്കിക്കോളൂ, പരിശോധിച്ചിട്ട് തൃപ്തിപ്പെട്ടുകൊള്ളുക. നോക്കി കുറച്ചൊക്കെ പരിശോധിച്ചിട്ട് പരിശോധകരോട് പറഞ്ഞു, ഒക്കെ നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ? രാജാവ് നേരിട്ടല്ലോ. കണ്ട രാജാവ്, ശരിയാണ്, ഓക്കെ, എന്നാൽ ശരിയായിട്ടുണ്ട്. വസുദേവാ, ഈ തേരിൽ നിങ്ങൾ കയറിക്കോളൂ മധുരയിലേക്ക് പോവാൻ, ദേവകിയെ കൂട്ടിയിട്ട്. ഞാൻ തേരും ഈ തേരൊന്നും അന്വേഷിച്ച് പോകണ്ട. ഇതൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് വല്ലാത്ത അത്ഭുതം. ഇത്ര വില പിടിച്ചൊരു പ്രസൻറ്റേഷനിലെ കാറ് കൊടുക്കലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അതിനേക്കാളും സ്വർണം കൊണ്ടാണ് അലങ്കരിച്ചിരിക്കണതേ. അത് വസുദേവർക്ക് കയറി പോകാനാത്രേ. തേരങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. കംസൻ ദുഷ്ടനല്ല കേട്ടോ, ഇയാളുടെ ദുഷ്ടത്തിലൊക്കെ മാറിയെന്നാണ് തോന്നുന്നത്. ലോകമൊക്കെ നന്നാവുകയോ എന്നൊക്കെ പലരും പല വിധത്തിലുള്ള കമൻറ്റ്സ് ഇത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ചാൽ ആശ്ചര്യം കൊണ്ട്, കഷ്ടം എന്നുള്ളതിനേക്കാൾ ആശ്ചര്യം കൊണ്ട്, ഇത് സത്യം തന്നെയാണോ അതോ സ്വപ്നമാണോ എന്ന് പലർക്കും സംശയം തോന്നിയതുകൊണ്ടാണ് മൂക്കത്ത് വിരൽ വെച്ചത്. എന്തൊരു അത്ഭുതം അപ്പോൾ നമ്മൾ ഈ കാണുന്നത്. തേരിൽ കയറാൻ നോക്കിയപ്പോഴോ അവിടെ സാരഥി വന്നു. തൻ്റെ ഡ്യൂട്ടിയാണല്ലോ. ഇപ്പോൾ പറഞ്ഞു, താൻ മാറിക്കോളൂ, ഇന്നിപ്പോൾ ഞാൻ തന്നെയാണ് തേര് തെളിക്കാൻ പോണത്, ആവശ്യമുള്ളപ്പോൾ തന്നെ വിളിക്കാം, വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഇരുന്നോളൂ, ഇപ്പോൾ തേര് തെളിക്കണത് തൽക്കാലം ഞാനാണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതാണ് അവിടെ ഉണ്ടായാൽ മതി. ഇതും കൂടി കേട്ടപ്പോൾ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. മഹാരാജാവ് തേര് തെളിച്ച് കൊടുക്കുക സഹോദരിക്ക് വേണ്ടിയിട്ട്, ഇത് എന്താ പത് കഥ, മഹാത്ഭുതം എന്നൊക്കെ ചിലരിങ്ങനെ പറയാൻ തുടങ്ങി. ശംഖനാദം മുഴങ്ങി, വാദ്യഘോഷം മുഴങ്ങി. പ്രയാണപ്രക്രമേ താവത് ഭരവത്തോ സുമംഗളം. വസുദേവർ നീണാഴ്വാഴട്ടെ, കംസമഹാരാജാവ് ജയിക്കട്ടെ, ദേവകിക്ക് ജയം ഉണ്ടാവട്ടെ, മംഗളം ഉണ്ടാവട്ടെ, ദീർഘസുമംഗലീഭവ. എല്ലാവർക്കും ഉചിതമായിട്ടുള്ള ആ അനുഗ്രഹവാക്യങ്ങൾ പുഷ്പങ്ങളൊക്കെ തലയിൽ അർച്ചിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു. കംസൻ തേരിലങ്ങനെ കയറി, തേരങ്ങനെ നീങ്ങാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതമായി. അപ്പോൾ ചില ആൾക്കാർ അവർ തമ്മിലുള്ള സംഭാഷണം കേട്ട്, വസുദേവ ഈ തേരുണ്ടല്ലോ, കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് തരുമൊന്നും വേണ്ട, അത് താൻ തന്നെ വെച്ചോളൂ, ഇനിയിപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോണച്ചാൽ എന്തിനായി ആ തേരും ഈ തേരും. ഇതും കൂടി കേട്ടു. എന്ത് അവർ വിചാരിച്ച് കൊണ്ടേക്കാനേ ഉള്ളൂ എന്നാണ്. സ്ഥിരം കൊടുത്തിരിക്കുകയാണ് തേരേ, ഇത് അങ്ങനെ വെച്ചോളൂ. ഇതും കൂടി കേട്ടപ്പോൾ ആൾക്കാർക്ക് ഇനി ഇതിലധികം ഒരു അത്ഭുതമില്ല, അത്രയും വലിയൊരു തേര് സ്വന്തം കൊടുക്കാനാണോ എന്നവർ ആദ്യം വിചാരിച്ചില്ല. അത്ഭുതമായി. തേരങ്ങനെ നീങ്ങി. ശംഖനാദങ്ങൾ, വാദ്യഘോഷങ്ങൾ, ജയ എന്നുള്ള ശബ്ദങ്ങൾ മനുഷ്യന്മാരുടെ കണ്ഠത്തിൽ നിന്ന് കുറച്ച് നീങ്ങിയപ്പോൾ വേറൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അത് കംസനെ സംബന്ധിച്ച് അത്ര മംഗളമായിരുന്നില്ല എന്ന് പറയാം. അസ്യാസ്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വകസേ അബുധ. ദുഷ്ടനായിരിക്കുന്ന അബുധ എന്ന് പറഞ്ഞാൽ ദുഷ്ടനല്ല, ബുദ്ധിയില്ലാത്തവനെ. ബുദ്ധിയില്ലാത്തവനെ, നീ തേർത്തെളിക്കുന്ന കൊണ്ടുപോകുന്ന ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നതാണ്. വെള്ളിടി വെട്ടിയിട്ട് 3 പ്രാവശ്യം അങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് എന്തെന്നില്ലാത്തൊരു ഭയം കംസൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി.
എന്താ ഇപ്പം താൻ ഈ കേട്ടത്? അഷ്ടമോ ഗർഭോ. അവിടെ ആ ഗർഭോ എന്നുള്ള വാക്ക് വളരെ സൂക്ഷിച്ചു വെച്ച വാക്കാണെന്നാണ് ചിലർ പറയുക. അഷ്ടമോ പുത്രോ എന്ന് പറഞ്ഞില്ല, ആൺകുട്ടിയാണെന്ന് പറഞ്ഞില്ല. കാരണം കംസൻ കാണുന്നത് പെൺകുട്ടിയാണ്. കാരണം 8ാമത്തെ കുട്ടിയെ മാറ്റി കിടത്തും യശോദയുടെ അവിടത്തേക്ക്. പിന്നെ കാണുന്നത് ആരെയാ? പെൺകുട്ടി, രൂപതായാദേവിയെ കാണുന്നത്, യശോദ പ്രസവിച്ചിട്ടുണ്ടായ പെൺകുട്ടിയെ കാണുന്നത്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ കൊല്ലാനുള്ള ആളാണ് എന്ന് വിചാരിച്ചതിൽ തെറ്റില്ല. കാരണം അഷ്ടമോ പുത്രോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഗർഭോ എന്നേ പറഞ്ഞുള്ളൂ. എത്ര സൂക്ഷിച്ചിട്ടാണ് ഭാഗവതത്തിൽ ഓരോ വാക്ക് വെച്ചിരിക്കണം. ആ കുട്ടിയെ കണ്ടാൽ കംസൻ കൊല്ലാനുള്ള ശ്രമം നടത്തണം. എന്നാലല്ലേ ദേവിക്ക് തൻ്റെ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. എന്തിനാ കാണിച്ചു കൊടുക്കണം? കാല് പിടിച്ചില്ലേ? ദുഷ്ടവിചാരത്തോട് കൂടിയിട്ടാണെങ്കിലും കാല് പിടിച്ചാൽ ദേവി എന്ത് ചെയ്യും? തൻ്റെ രൂപം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കും. തനിക്ക് കൊല്ലാൻ പറ്റണ ആളൊന്നും അല്ലത് എന്നൊന്ന് പഠിപ്പിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? അഷ്ടമോ ഗർഭോ, അത് സ്ത്രീയോ പെൺകുട്ടിയാവാം ആൺകുട്ടിയാവാം. 8ാമത്തെ ഗർഭം, അതിലുണ്ടായ ശിശു തന്നെ ഹനിക്കുന്നതാണ്. ഇതുവരെ ആ ദേവികയോടുള്ള സ്നേഹം എപ്പോഴൊക്കെ പോയി നിശ്ചല, ഒറ്റ നിമിഷം മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹം വേറൊരു നിമിഷത്തിൽ പോവുകയും ചെയ്യും ഇല്ലേ? വന്ന പോലെ പോവുക എന്ന് പറയാം. ഭഗിനിഘന്തു മഹാരബ്ധ ഖഡ്ഗപാണിക്കചേഗ്രഹിയിൽ, വാള് കയ്യിൽ ഇങ്ങോട്ട് പിടിച്ച ഒരൊറ്റ ചാട്ടം തേരിൽ നിന്ന്. ഇവൾ പ്രസവിച്ചിട്ടുണ്ടാകുന്ന കുട്ടി തന്നെ കൊല്ലണമെങ്കിൽ ഇവൾ ജീവിച്ചിട്ട് വേണ്ടേ? ആ തലമുടി ചുറ്റി ഇങ്ങോട്ട് പിടിച്ചു. കചം തലമുടി, കച്ചയെ അഗ്രഹീത്, തലമുടി ഇങ്ങോട്ട് ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പം അവളുടെ കഥയുണ്ട് കഴിച്ചാൽ എങ്ങനെ പുത്രന്മാരുണ്ടാവും? 8ാമത്തെ പുത്രൻ എങ്ങനെ തന്നെ കൊല്ലും? ആ സമയത്ത് വസുദേവർ ചിന്തിച്ചു, ഏത് ഉപായമാണ് ഇപ്പോൾ ഇവിടെ ചേരുക? തൻ്റെ അന്തകനാണ്, ആ അന്തകനെ പ്രസവിക്കുന്ന ആളാണ് ദേവകി എന്ന് വന്നാൽ എങ്ങനെയും കംസൻ കൊല്ലും. കാരണം അവിടെ ഇനി ഏതും ഉപായം നടപ്പാക്കും? അവിടെ ചിന്തിച്ചു, അപേക്ഷ മാത്രമേ പറ്റുള്ളൂ. കാരണം ശക്തിയില്ല തനിക്ക്. രാജാവിൻ്റെ ശക്തി വസുദേവർക്ക് തീർച്ചയായിട്ടും തോൽക്കും. എതിരിടാനോ തടുക്കാനൊന്നും പറ്റില്ല. അവിടെ അപേക്ഷയായാലോ? ദുഷ്ടന്മാരുടെ അടുത്തുണ്ടോ അപേക്ഷ വലിക്കണു? എലി ഇങ്ങനെ കരയും, പൂച്ചയ്ക്ക് വല്ല ദയുണ്ടോ അതിനെ തിന്നാൻ? അതുപോലെയാവും. സ്വന്തം ജീവനാണ് ഇവിടെ അപകടത്തിലായത്. താൻ അപേക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല, കാലോട് തട്ടും അപേക്ഷിച്ച. ഇനി വേറൊരു ഉപായമുണ്ട്. അതെന്താണെന്നറിയോ? നയം. സൂത്രവിദ്യയും നയവും മാത്രമാണ്. അപ്പോൾ ഒരു ദിക്കിൽ എന്ത് ഉപായം അപേക്ഷിക്കുകയാണെന്ന് വെച്ചാൽ അപേക്ഷിക്കാം, എതിർക്കുകയാണെങ്കിൽ എതിർക്കാം, ഒക്കെ പഠിപ്പിക്കണ്ടേ അല്ലേ? രാമായണത്തിൽ സുഗ്രീവന് സഹായം തേടി അപേക്ഷിച്ചു. എന്തിന്? ഒരു മനുഷ്യനായിട്ട് രാമനെ കാണുമ്പോൾ രാവണനോട് എതിർക്കാനുള്ള ശക്തിയില്ല. ഉണ്ടോ? രാമനെയൊക്കെ തൂക്കി എഴുതിയില്ലേ മനുഷ്യനാണെങ്കിൽ? മനുഷ്യനല്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിന് ലൗകികമായിട്ട് തന്നെ ശക്തി വേണം. ഈശ്വരനാണെന്നുള്ള കഥ അവിടെ ഇരിക്കട്ടെ. അതിനാണ് വലിയ വാനരപ്പടയുള്ള സുഗ്രീവനെ ആശ്രയിച്ചത്. അങ്ങനെയല്ലാണ്ട് അവിടെ തന്നെ ചെല്ലാൻ പറ്റില്ല, അതിന് യുക്തിയില്ല. കാരണം അത്ര ശക്തനാണ് രാവണൻ. ആരെയൊക്കെ ജയിച്ച ആളാണ്. ശിവനെ അടക്കം സന്തോഷിപ്പിച്ച് ഇത് വാങ്ങിയിട്ടുണ്ട് ചന്ദ്രഹാസം ഇല്ലേ? കുബേരനെ തോൽപ്പിച്ചു, യമനെ തോൽപ്പിച്ചു. ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ടുള്ള ഒരാൾ രാമനൊരു മനുഷ്യനെ എങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? വൻപട സന്നാഹത്തോട് കൂടിയിട്ട് ചെന്നത്. കഥയ്ക്ക് യുക്തി ഉണ്ടാവണം അവിടെ, അതിന് വേണ്ടിയാണ്. അതേപോലെ ഇവിടെ വസുദേവർ വിചാരിച്ചു അപേക്ഷ ഇവിടെ പറ്റില്ല, എതിർക്കൽ ഇവിടെ തനിക്ക് ശക്തിയില്ല. വസുദേവർക്ക് എന്ത് എത്ര മാർഗം? സൂത്രം പ്രയോഗിക്കുക. പറഞ്ഞു, വസുദേവ 8ാമത്തെ പുത്രൻ അല്ലേ, അല്ലെങ്കിൽ ഗർഭം അല്ലേ അങ്ങേ കൊല്ലുക? ഇവൾ പ്രസവിച്ചുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും അങ്ങേക്ക് ഞാനാണ് തരാം. അപ്പോൾ ആ കുട്ടികളെ അങ്ങ് കൊല്ലിയ തടവിലാക്കുക, എന്താച്ചാ ചെയ്തോളൂ. ഇവൾ കൊല്ലും എന്നല്ലല്ലോ അശരീരി. അതുകൊണ്ട് എന്തിനാണ് വെറുതെ അങ്ങയുടെ സഹോദരിയെ കൊല്ലണത്? അങ്ങയുടെ സഹോദരിയാണ് ഇപ്പം എൻ്റെ പത്നിയാണ്. വിവാഹം കഴിഞ്ഞ് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഭർതൃഗൃഹത്തിലേക്ക് വരുന്ന ഇവളെ കൊല്ലുക, അങ്ങയുടെ പുത്രി അവണ്ട പറയുള്ളൂ. അത്ര ഇളയ സഹോദരിയാണ്. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ആ കുട്ടികളെ തന്ന് തരികയാണെങ്കിൽ ഇവളെ വെറുതെ വിട്ടുകൂടെ എന്ന് വസുദേവർ ചോദിച്ചപ്പോൾ അത് ബലിച്ചു, കുറുക്കി കൊണ്ടു. എങ്ങനെയോ കംസൻ തിരിച്ചുപോയി. പിന്നെ വസുദേവർ മധുരയിലേക്ക് പോയാലും വേണ്ടില്ല, തേര് തെളിച്ചാലും വേണ്ടില്ല, ആര് തെളിച്ചാലും വേണ്ടില്ല, അതുവരെ സ്നേഹമൊക്കെ ഉണ്ടായുള്ളൂ. മടങ്ങിപ്പോയി. എങ്ങനെയോ വസുദേവർ തന്നെ അവിടെ എത്തി, പ്രസവിച്ചു. ആദ്യത്തെ പ്രസവ കുട്ടിക്ക് കീർത്തിമാൻ എന്നൊരു പേരെങ്കിലും ഓർമ്മയ്ക്കിരിക്കട്ടെ. കംസൻ കൊല്ലാനാണ് പോണത്, ഒരു രക്ഷയില്ല. വേഗം എന്ത് ചെയ്തു?
ആ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് ദേവകി മാറോട് ചേർത്ത് പിടിച്ചതായിട്ടുള്ള ആ കുട്ടിയെ രണ്ട് കൈകൊണ്ടും വസുദേവർ നൃശംസനായിട്ട് ഒരു ക്രൂരനായ വ്യക്തിയെ പോലെയാണ് ചെയ്യണത്. പക്ഷേ വസുദേവർക്ക് കൊല്ലാൻ മനസ്സുണ്ടായിട്ടേ അല്ല. കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ദേവകിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഈ കുട്ടിയെ കൊല്ലാൻ മേടിക്കും? ദേവകി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. നല്ല കാലത്തിൽ ചെറുതായിട്ടൊരു മയക്കം വന്നപ്പോൾ ഇപ്പം തന്നെയാണ് നല്ല സമയം എന്ന് വിചാരിച്ച ആ കൈകൾ തട്ടാതെയും ദേവകി ഉണരാതെയും സാവധാനം ആ കുട്ടിയെ ഇങ്ങനെ എടുത്ത് അവസാനമായി മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ, ഈശ്വര, ഞാൻ എന്തൊരച്ഛനാണ്, എന്തൊരു യോഗമാണ് എൻ്റേത്, ഇതൊക്കെ എന്നെയാണ് ജീവിതം. ഏത് ശരീരം എടുത്താലും ഞാൻ എന്തൊരച്ഛനാണ്, ഞാൻ എന്തൊരമ്മയാണ്. ദശരഥനും ചിന്തിച്ചു ഇല്ലേ? അതൊക്കെ എല്ലാവർക്കും അത്രയും മഹാന്മാർക്കും കൂടി വരുന്നെങ്കിൽ നമുക്ക് വരുന്നതിന് നമ്മളെന്തിനാ പരിഭ്രമിക്കണത്? ഇല്ലേ? ആ ഗതി അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വയ്ക്കുക. ഈശ്വരനെ ഭജിക്കുക, തെറ്റ് ചെയ്യാണ്ടിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഇതൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ. ഒന്നപ്പം ഇങ്ങനെ വരുമോ? അപ്പം അതാണ് അല്ലാത്ത പശ്ചാത്താപബോധം, ദുഃഖം, സഹിക്കാൻ വയ്യാത്ത ശരീര തളർച്ച, മനസ്സിൻ്റെ തളർച്ച എല്ലാം വസുദേവർക്കുണ്ടായി. മോഹാത്സ്യത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഏതൊരച്ഛനാണ് സാധിക്കുക? അച്ഛനാവണ്ട, ഏതെങ്കിലും ഒരാൾക്ക് പറ്റുമോ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ? എന്തായാലും കാല് നടക്കാൻ വരണമെന്നില്ല, ഒരു യന്ത്രപ്പാവ സഞ്ചരിക്കുന്നത് പോലെ ആ കുട്ടിയെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് വസുദേവർ. തിരിഞ്ഞ് നോക്കിയില്ല. കാരണം ഉറങ്ങുന്ന ദേവകിയെ കണ്ടാൽ തൻ്റെ കാല് മുന്നോട്ട് വരില്ല, നോക്കാതെ പോവുക എന്നും പറഞ്ഞ് കുട്ടിയിലുള്ള അതിസ്നേഹം കാണിക്കാൻ പറ്റാതെ ദുഃഖിച്ച് ആ വസുദേവർ. രാജാവാണ്, തലണ്ടാവില്ല സത്യത്തെ ലംഘിച്ചാൽ. വേഗം കൊണ്ടുപോയിട്ട് കൊടുത്തു. ഹംസരാജാവ്, ഇതാ ഞാൻ സത്യം പാലിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഈ സത്യത്തിന് അത്ര വിലയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം, ഉറപ്പാണ്. അത് ഏതൊരാളും ചെയ്യും, നല്ല ആൾക്കാർ പ്രത്യേകിച്ചും ചെയ്യും. ആ കുട്ടിയെ ഒന്നങ്ങനെ നോക്കി ഒരു അട്ടഹാസം ചെയ്തു. അല്ലെങ്കിൽ എന്നെ എതിർക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക എന്നും പറഞ്ഞ് അട്ടഹസിച്ചിട്ട്, കൊല്ലണ്ട വസുദേവ, ഈ കുട്ടിയെ ഞാൻ കൊല്ലണില്ല, കൊണ്ടേക്കോളൂ. എട്ടാമത്തെ കുട്ടിയല്ലേ എന്നെ കൊല്ലുക എന്നും പറഞ്ഞ് ആ കുട്ടിയെ മടക്കി കൊടുത്തു. നാപ്യനന്ദത തത്വാക്യം. വിശ്വസിച്ചില്ല. ഈ ദുഷ്ടന്മാരുടെ മനസ്സൊക്കെ എപ്പോഴാണ് മാറുക? ഇനി അതന്നെ ഉണ്ടാവണം. നാരദൻ ചെന്ന് പറഞ്ഞപ്പോഴും കുട്ടികളെയാണ് കൊണ്ടുവരൂ, കൊല്ലിനെ തീരുമാനിച്ചു പറഞ്ഞൂല്ലേ? അതന്നെ ഇവിടെ സംശയിച്ചത് വസ്തുവരെ. നാപ്യനന്ദത തത്വാക്യം അസതോ അവിജിതാത്മന. അവിജിതാത്മാവായിട്ടുള്ളത് അല്ലേ? ക്രോധത്തെ ജയിക്കാനോ സ്വാർത്ഥത്തെ ജയിക്കാനോ കഴിവില്ലാത്ത കംസൻ്റെ വാക്കിനെ അത്രത്തോളം വിശ്വസിച്ചില്ല. എന്തായാലും കൊണ്ടുപോയി നോക്കുക. കൊണ്ടുപോകാനല്ലേ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് പരീക്ഷണാർത്ഥം കൊണ്ടുപോയി. അധികം താമസിയാതെ നാരദ മഹർഷി അവിടെ വന്നു. എന്നിട്ട് കംസനോടൊരു സംഭാഷണമൊക്കെ ഉണ്ട്. എന്തൊക്കെ നാരദ വരും, ഇടയ്ക്ക് നിങ്ങളെയൊക്കെ എനിക്കിങ്ങനെ കാണണം. അതല്ലേ രാജാവേ ഞാൻ വന്നത്. അല്ല, ഇവിടെ എന്തൊക്കെ ചില വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ കേട്ടു. ഉവലോ, ഞാൻ അങ്ങേ ക്ഷണിച്ചു, എന്തേ നാരദ വരാഞ്ഞേ, കാണാഞ്ഞേ? അത് വേറൊന്നുമല്ല രാജാവേ, അങ്ങയുടെ ചില കാര്യമായിട്ട് ഞാൻ ബിസി ആയിരുന്നു. എൻ്റെ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ കംസന് ദേഷ്യം വരെ. എന്താ നാരദൻ്റെ സൂത്രം അറിയോ? അങ്ങയുടെ കാര്യമായിട്ട് പല കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലൊക്കെ കംസൻ്റെ ആളായിട്ട് അഭിനയിക്കണം. അതുകൊണ്ട് ഞാൻ തിരക്കിലായി. അതോ, എന്നാൽ കുഴപ്പമില്ല. എൻ്റെ കാര്യമായിട്ടാണ് പോയത് വെച്ചാൽ വന്നില്ലെങ്കിലും എനിക്ക് ആക്ഷേപമില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള ഭാവത്തിലാണ്. പിന്നെ ആ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അശരീരി കേട്ടു എന്നൊക്കെ ഞാൻ അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടു. നാരദനൊക്കെ അറിഞ്ഞിട്ടാണ് പറഞ്ഞ ഏഷണിയാണ്. ഉവ്വ് നാരദ, എന്തേ ഏഷണി അശരീരി ഉണ്ടായി? ഏഷണി എന്നാണ് പറയണം. എന്തേ അശരീരി? അത് ദേവകി പ്രസവിച്ചുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ എന്നെ കൊല്ലും. അപ്പം കാര്യം ഗൗരവമാണ്. അങ്ങയുടെ ജീവന് ഭീഷണി വരുന്ന കാര്യമായിട്ട് അങ്ങ് എന്തേ ചെയ്ത്? ഞാൻ വിശേഷിച്ചൊന്നും ചെയ്തില്ല. കുട്ടിയെ ദേവകി പ്രസവിച്ചോ? നാരദൻ്റെ ചോദ്യം. ഉവലോ, കുട്ടിയെ കൊണ്ടുതന്നു. കുട്ടികളെ കൊന്നോ? അതില്ല. അതെന്തേ? ദേവകിയുടെ പുത്രന്മാരിൽ നിന്നാണ് അങ്ങക്ക് ജീവന് ഭീഷണി. അങ്ങ് കുട്ടികളെ കൊല്ലേണ്ടതല്ലേ, എന്തുകൊണ്ട് കൊന്നില്ല? ഇപ്പം കംസൻ പറഞ്ഞു, നാരദ, ഈ ശിശുവധം നടത്തിയാൽ ഉള്ള ആയുസ്സും കൂടി കുറയും, അങ്ങനെയല്ലേ ശാസ്ത്രം. നാരദന് അത്ഭുതപ്പെട്ടു. ഇയാൾക്ക് വിവരമുണ്ട്, വിചാരിച്ച പോലെയല്ല. ശിശുവധം ചെയ്ത ആയുസ് കുറയും, അതങ്ങനെയാണ് രാജാവേ.
കൊല്ലുന്നില്ലല്ലോ, ഇല്ല. അത് നന്നായി. നന്നായി എന്ന് വെച്ചാൽ കംസൻ വിചാരിച്ചു തൻ്റെ ശിശുവധം ചെയ്തിട്ടുള്ള പാപം കൂട്ടാഞ്ഞിട്ട് നന്നായി എന്നാണ് പറഞ്ഞത്. അതല്ല നാരദൻ ഉള്ളിൽ ഉദ്ദേശിച്ചത് കംസന് മനസ്സിലായില്ല. ഈ കുട്ടിയെ കൊല്ലാണ്ടിരുന്നാലാണ് എന്തുണ്ടാവുള്ളൂ? ദേവകി മരിക്കുള്ളൂ. ഈ അടുത്ത പുത്രന്മാരൊക്കെ ഉണ്ടാവണ്ടേ? ആ പുത്രന്മാരൊക്കെ ഉണ്ടായിട്ട് ഇവരൊക്കെ കൂടി പാപം വർദ്ധിക്കണം, അപ്പോഴല്ലേ കൊല്ലാൻ പറ്റൂ. പാപം വർദ്ധിച്ചാലേ കൊല്ലാൻ പറ്റൂ. അതിനൊരു ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണതയിലെത്തണം ഏതായാലും, എന്നാലേ കൊല്ലാൻ പാടൂ. അതിനുദ്ദേശിച്ചിട്ടാണ് കൃഷ്ണൻ ഉണ്ടാവണം. ഏതായാലും ആ കുട്ടികളെ കൊല്ലാത്തത് നന്നായി എന്ന് പറഞ്ഞു. രണ്ടാമതോ കൊന്നെ കഴിഞ്ഞപ്പോൾ ദേവകി എന്തേ അന്ന് കൊല്ലാഞ്ഞേ ചോദിച്ചു. ദേവകിയെ കൊല്ലാഞ്ഞത് സ്ത്രീപഥം നടത്തിയാലും ആയുസ് കുറയും എന്നല്ലേ, അത് നന്നായി എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ദേവകി ജീവിച്ചാലല്ലേ കൃഷ്ണൻ ഉണ്ടാവുള്ളൂ, കൃഷ്ണൻ ഉണ്ടായാലല്ലേ കംസനെ കൊല്ലുള്ളൂ. അതുകൊണ്ടാണ് നാരദൻ ദേവകിയെ കൊല്ലാത്തത് നന്നായി എന്ന് പറഞ്ഞത്. കംസൻ വിചാരിച്ചു സ്ത്രീവധം നടത്താത്തതുകൊണ്ട് ആയുസ് കുറയാതിരിക്കുക നല്ലതാണ് നാരദൻ ചിന്തിച്ചത്. നാരദൻ ചിന്തിച്ചത് കംസൻ്റെ കഥ കഴിയണമെങ്കിൽ എന്തുണ്ടാവണം? ദേവകി പ്രസവിക്കണം, ദേവകി മരിക്കാൻ പാടില്ലല്ലോ. അവിടെ കൊല്ലാത്തത് നന്നായിട്ടോ, കൃഷ്ണൻ ഉണ്ടായിട്ട് വേണ്ടേ നിൻ്റെ കഥ കഴിയാൻ, കള്ളാന്നുള്ളിൽ വിചാരിച്ചു. ദേവകിയെ കൊല്ലാഞ്ഞത് നന്നായി. കംസൻ കേട്ടത് എങ്ങനെ അറിയോ? ദേവകിയെ കൊല്ലാതെ സ്ത്രീവധ പാപം ഉണ്ടാവില്ല, കംസന് ശ്രേയസ് ഉണ്ടാവട്ടെ എന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാണ്ട് കംസന് മനസ്സിലാവാത്ത വിധം കംസൻ്റെ വീക്ഷണത്തിലും തൻ്റെ ശരിയായിട്ടുള്ള വീക്ഷണത്തിലൊക്കെ പല സംഗതികളൊക്കെ പറഞ്ഞ് എന്തായാലും ഒരു കാര്യമുണ്ട്, കുട്ടികളെ കൊല്ലാതിരുന്നത് ബുദ്ധിപൂർവമായി എന്നെനിക്ക് തോന്നുന്നില്ല രാജാവേ. ഏതാണ് 8, ഏതാണ് 9? ഈ ദേവവാക്യത്തിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. ദേവകീനെ പ്രസവിച്ചു, 8ാമത്തെ കുട്ടിയുടെ മുമ്പ് ഒരെണ്ണം പ്രസവിക്കാതെ പോയി എന്ന് കൂട്ടുക, അങ്ങനെ വരാലോ. ഗർഭം സ്രവിച്ചു പോയാൽ ഏതാ 8? അതിനെ കൂട്ടുകയോ കൂട്ടില്ലേ? 8ാമത്തെ ആവുമോ? അപ്പോൾ 8 ഇത് കൂട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ആവണ്ടേ 8 ആവണച്ചാൽ? അങ്ങനെ തന്നെ ഉണ്ടാവണതും. 7ാമത്തെ ഗർഭത്തിനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 8 ഏതാ 7 ഏതാന്ന് നോക്കിയിരിക്കണേക്കാളും നല്ലത് എന്താച്ചാ ചെയ്തോളൂ. കുട്ടികളെ കൊല്ലണം എന്ന് പറഞ്ഞില്ല നാരദൻ തൻ്റെ നാവുകൊണ്ട് പറഞ്ഞു. ശിശുവധ പ്രേരണ നടത്താനും കുറ്റാണത്രേ. ആലോചിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നാരദൻ്റെ വഴിക്കാണ് പോയി. ഇവിടെ കംസന് പരിഭ്രമായി, ആശയക്കുഴപ്പമായി. ഇപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങോട്ടോട്ടം തലമുടി അഴിഞ്ഞിട്ടും വാള് കയ്യിൽ നിന്ന് വീണിട്ടും ചാണൂര മുഷ്ടിക, ഞാൻ എന്താ വേണ്ടത്? ആരൊക്കെയോ ഉപദേശിച്ചു കുട്ടികളെയൊക്കെ കൊല്ലുന്നേ നല്ലത്. ഓരോരോ കുട്ടികളെ ജാതമഹൻ പുത്രം തയോര ജനശങ്കയ, ഏതാണ് തൻ്റെ അന്തകൻ എന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ആശയക്കുഴപ്പത്തിലാക്കി. എല്ലാ കുട്ടികളെയും തുടർന്നുള്ളത് ജനിച്ച സമയത്തൊക്കെ അടിച്ചു കൊന്ന കംസൻ തൻ്റെ പാപം കൂട്ടി 6 കുട്ടികളെയും നിർദ്ദയം അങ്ങോട്ട് വധിക്കുകയാണ്. അങ്ങനെ ബലരാമൻ്റെ അവതാരം, വീണ്ടും ദേവകി 7ാമത് ഗർഭിണിയായി. തുടർന്നുള്ള അവതാര കാര്യങ്ങളെ വർണ്ണിക്കുകയാണ് തുടർന്നുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.